ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം കുറച്ചായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ അത്യാവശ്യം കാണിക്കേണ്ടത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മീൻസ് എല്ലാം നമുക്ക് ഈ ഒരു ടൈമിൽ കാണിക്കാൻ പറ്റില്ല. എന്നാലും ഇത് ഒരുപാട് ലെങ്ത്തായിട്ട് ഒരുപാട് ക്ലിപ്സ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പും വ്ളോഗ്സ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വ്യൂസ് ഇല്ലെങ്കിലും അത് കണ്ടവർക്ക് ഒരുപാട് ഹെൽപ്പായി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര ടൈമിനുള്ളിൽ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലെന്ന് വെച്ചിട്ട്. അപ്പം ഞാനിത് ഫസ്റ്റ് തലേദിവസം രാത്രി തന്നെ അത്തിപ്പഴം അത് വെള്ളത്തിലിട്ടിട്ട് വെക്കുന്നതാണ്. അപ്പോൾ രാവിലെ ഫസ്റ്റ് അതാണ് കേട്ടോ കുടിക്കുന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോയാൽ മാത്രമേ എൻ്റെ ബാക്കി വർക്കൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് രാവിലത്തെ ഫുഡാണെങ്കിലും ഉച്ചക്കലത്തെ ഫുഡാണെങ്കിലും ഒക്കെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ റെഡിയാക്കി വെക്കുക ചെയ്യുന്നുള്ളത്. മാത്രമല്ല മക്കൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവർക്ക് ലഞ്ചിനും കൊടുക്കണമല്ലോ. അപ്പം എല്ലാം ഒരുമിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. അപ്പം എണീച്ച ഉടനെ തന്നെ അരി കഴുകി മാറ്റി. ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കാറുള്ളത്. അത് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് പെട്ടെന്ന് റെഡിയാവും. പിന്നെ ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പം കുറേ ആൾക്കാർക്ക് അതിൽ വെള്ളം നിൽക്കുന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാകുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചോറ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ കാരണം ഒരുപാട് പേർക്ക് മോട്ടിവേറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾക്ക് വീട്ടിലത്തെ പണിയുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കണം, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവരാണ് ഒരുപാടുള്ളത്. ഞാനും ഇത് കേട്ടതാണ്. എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നോക്കാതപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സൊക്കെ കൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളും എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ടയേർഡ് ആവില്ലെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ടയേർഡാവും. നമുക്ക് ചില സമയത്ത് മടുപ്പ് വരും. പക്ഷെ എന്നാലും നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡ്രീംസും കാര്യങ്ങളും എഫേർട്ട് ഇടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധിക്കും കേട്ടോ. അപ്പം ഞാനവിടെ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേതിൽ വറവാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ദോശയ്ക്ക് അരക്കുന്നുണ്ട് കേട്ടോ. അപ്പം രാവിലെ ദോശയും പച്ചരിയും ആണെന്ന് തോന്നുന്നു കേട്ടോ ആക്കിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരു 3-4 ദിവസമായി. 3-4 അല്ലെങ്കിൽ ഒരു 1 വീക്കിൻ്റെ അടുത്തായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചാലും നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ഒരു ടൈം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് എഡിറ്റ് ആയിക്കഴിഞ്ഞാലും പിന്നെ അതിലേക്ക് വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ ബാക്കി സൗണ്ട് ഡിസ്റ്റർബ് ഉണ്ടായിക്കഴിഞ്ഞാലും അത് കാണുന്നവർക്ക് നല്ല ബോറായിരിക്കുമല്ലോ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അങ്ങനെ അപ്പോൾ ഇത് വറവിലേക്കുള്ള തേങ്ങ ജസ്റ്റ് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ട് അതേ സെയിം കുക്കറിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ വെള്ളം മീൻസ് വാർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചോറിൽ തീരെ വെള്ളമില്ലാതെ നമുക്ക് ചോറ് റെഡിയായി കിട്ടും. അപ്പം ഇവിടെ ഓരോ ഇത് കഴിയുമ്പോഴും അടുത്തത് ഞാൻ അപ്പം തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അടുപ്പൊന്ന് മീൻസ് ഗ്യാസിൽ ഒന്ന് ഒഴിഞ്ഞ് കിടക്കുന്നത് കാണുമ്പം അടുത്ത് നെക്സ്റ്റ് അതിൽ കൊണ്ടുപോയിട്ട് വെക്കും. അപ്പം പിന്നെ ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പം ടൈം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. രാവിലെ എണീച്ചയിലേ തുടങ്ങുന്നതാണ്. സത്യം പറഞ്ഞാൽ ചായയൊക്കെ അതിന് ശേഷമാണ് കുടിക്കാറുള്ളത്. അല്ലെങ്കിൽ മക്കളെ വാന് 9 മണി 9:10 ഉള്ളിൽ വരും. അപ്പോൾ ആ ടൈമിൽ ഇതൊക്കെ ചെയ്ത് തീരണം. അപ്പോൾ അങ്ങനെ ഇവർക്ക് ലഞ്ചിനധികം ഞാൻ ചോറും എന്തെങ്കിലും വെജിറ്റബിൾസും പിന്നെ ഒരു എഗ് ഓംലേറ്റ് അങ്ങനെയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. പിന്നെ ചില ടൈമിൽ മോള് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ രാവിലത്തെ ഫുഡ് തന്നെ കൊടുക്കാറുള്ളൂ. അവൾ വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ മാത്രം അങ്ങനെ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് മാത്രമായിട്ട് ഉച്ചക്കേക്കിൽ ഫുഡൊന്നും ഞാൻ ആക്കാൻ പോകുന്നില്ല. അപ്പം ഈ രാവിലെ തന്നെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണിയൊക്കെ തീരും. അപ്പോൾ ഇവിടെ വറവും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഒരു 8:45 അങ്ങനെ ആയിരിക്കും കേട്ടോ സമയം. ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്.
അപ്പം ചോറ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു കാമണിക്കൂർ വെച്ചാൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അവരെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യുന്ന ഉള്ളത്. നമുക്ക് എത്ര ആയിക്കഴിഞ്ഞാലും നമ്മൾ ഒരു ഡെയിലി ലൈഫ് കാണിക്കാമെന്ന് വെച്ചാലും എപ്പോഴും നമുക്കതിൽ 100% കാണിക്കാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് മോളെ എണീപ്പിക്കുന്നുണ്ട്, അവളെ കുളിപ്പിക്കുന്നുണ്ട്, യൂണിഫോം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലായിടത്തും ഈ ഒരു ക്യാമറയും വെച്ചിട്ട് ഓടി നടക്കുകയെന്ന് വെച്ചാൽ എനിക്ക് അത് പോസിബിൾ അല്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് എല്ലാം റെഡി ആക്കിയിട്ട് ബസ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടുകയാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. അങ്ങനെ അവർ സ്കൂളിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 9:10 അല്ലെങ്കിൽ 9:15 കേട്ടോ. ആ ഒരു ടൈമിലാണ് വാൻ വരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് അടിക്കുകയും അതുപോലെ പാത്രം കഴുകുകയും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുകയും അങ്ങനത്തെ കുറച്ച് പണിയുണ്ട്. അങ്ങനത്തെ കുറച്ച് നല്ല അത് നല്ല ടൈം എടുക്കുന്ന പണിയാണ്. മാക്സിമം സ്പീഡിൽ ചെയ്യാൻ നോക്കാറുണ്ട്. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും ഞാനിതിൽ ഇങ്ങനെയുള്ള യാതൊന്നും കാണിക്കാറില്ല. കാരണം ഇങ്ങനെയുള്ള പണിയൊന്നും ഞാൻ എടുക്കാറില്ല. ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഫാമിലീൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആണ് കേട്ടോ നിൽക്കുന്നുള്ളത്. അപ്പോൾ A to Z കാര്യങ്ങളും ഞാൻ തന്നെ എടുക്കേണ്ടി വരും. ഇപ്പോൾ 9:20 ആയിട്ടുണ്ട്. അപ്പം മാത്രമല്ല എനിക്ക് ഈ ഒരു ക്രാഫ്റ്റ് ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിനായിട്ട് വേറൊരു സ്പേസ് ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഒന്ന് മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാണ് കേട്ടോ ഉണ്ടാവൽ. അപ്പം ഇതിപ്പം എനിക്കിതിന് സെപ്പറേറ്റ് ഞാൻ മുകളിലാണ് കേട്ടോ ക്രാഫ്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് സെറ്റാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് താഴെ നല്ല ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ട് ബാക്കി എന്നിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് വന്നപാട് ജസ്റ്റ് ഒന്ന് റിപ്ലൈ കൊടുക്കാൻ ശ്രദ്ധിക്കും. കാരണം നമ്മൾ കസ്റ്റമർ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഇത്ര ഓർഡേഴ്സ് കിട്ടുന്നത് കാര്യങ്ങളൊക്കെ. നമ്മൾ കസ്റ്റമറിന് പറ്റുന്നത്ര പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ നോക്കുക. പറ്റുവാണെങ്കിൽ ആ സെയിം സെക്കൻഡിൽ തന്നെ റിപ്ലൈ കൊടുക്കുക. കാരണം ഒരുപാട് പേജും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം അവർക്ക് ഒരിക്കലും നമ്മളെ വെയിറ്റ് ആക്കേണ്ട ആവശ്യമില്ല, നമുക്കാണ് അവരെ ആവശ്യമുള്ളത്. അപ്പോൾ അത് എപ്പോഴും മൈൻഡിൽ വെക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കലുണ്ട്. എന്നാലും നല്ല സ്ലോ ആണെന്നല്ല, ഓരോരുത്തർക്കും റിപ്ലൈ കൊടുത്തു വരുമ്പം അതിൻ്റെ താഴെയുള്ളവർക്ക് അത് സ്ലോ ആവും. ഞാൻ റീസെല്ലിങ് കാര്യങ്ങൾ ചെയ്യുമ്പം ചിലപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇവരാണോ കറക്റ്റ് റിപ്ലൈ കൊടുക്കുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ കിച്ചൺ ഒരു യുദ്ധഭൂമിയായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. ഒക്കെ അവിടെ നിരത്തിയിട്ടിട്ടുണ്ടാവും. മീൻസ് എനിക്ക് ആ ഒരു ടൈമിൽ ചെയ്ത് തീർക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് പാത്രമൊക്കെ ക്ലീൻ ആക്കിയിട്ട് വെക്കാമെന്ന് വെച്ചാൽ അതൊന്നും നടക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കാനൊക്കെ നിൽക്കാറുള്ളത്. പിന്നെ ചിലപ്പോൾ ഞാൻ മക്കൾ സ്കൂളിൽ വാനിലേക്ക് ആക്കിയിട്ട് വന്നിട്ട് നേരെ അടിച്ചിട്ട് പാത്രം കഴുകിയിട്ട് മാത്രമേ റിപ്ലൈയും കൂടി കൊടുക്കാൻ നിൽക്കൂ. പക്ഷേ ഇന്ന് എനിക്ക് തീരെ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് റെസ്റ്റും കൂടി എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ആ ഒരു ടൈമിൽ തന്നെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇന്ന് ശരിക്കും എനിക്ക് ചെയ്യാനുള്ള വർക്കൊക്കെ ഞാൻ ചെയ്തിട്ടില്ല. കാരണം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മണി 10:15 ആയിട്ടുണ്ടാവും. ഞാൻ ഫുഡും കൂടി കഴിച്ചിട്ട് പിന്നെ ഞാൻ നേരെ ക്രാഫ്റ്റിൻ്റെ വർക്ക് ചെയ്യാൻ വരും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലേക്കൊന്നും ഞാൻ കയറാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി തന്നെ മാക്സിമം ബോക്സൊക്കെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെക്കും. പിന്നെ അതിലേക്ക് ഫ്രെയിമോ അല്ലെങ്കിൽ വാലറ്റോ ലിഡിലേക്ക് ഫോട്ടോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസമാണ് ചെയ്യാറുള്ളത്. കാരണം എല്ലാത്തിനായിട്ട് അങ്ങനെ ടൈമൊന്നും മതിയാവില്ല നൈറ്റൊന്നും. അപ്പോൾ പറ്റുന്ന വർക്കൊക്കെ ഞാൻ നൈറ്റ് ചെയ്ത് വെക്കും. കാരണം എനിക്ക് മക്കൾ സ്കൂൾ വിട്ടിട്ട് വരുന്നതിന് മുമ്പ് തന്നെ കൊറിയർ അയച്ചിട്ട് വരണം. മൊത്തത്തിലൊരു ടാസ്ക്കാണ് കേട്ടോ. ചെറിയ പണിയൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അത്രയും മതിയായ ഒരു ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടാനൊക്കെ റെഡിയാവും. അപ്പോൾ ഞാൻ അതുപോലെ ഇത് എഡിറ്റും ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ മെസ്സേജിന് റിപ്ലൈ കൊടുത്ത ടൈമിൽ ഞാൻ ഇതൊക്കെ എഡിറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പം വേറെയും വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കഴിയാത്തത് കൊണ്ട് ഞാനൊരു ഷർട്ട് ബോക്സ് ഇന്ന് അയക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു 3 വാലറ്റിൻ്റെ ഓർഡേഴ്സ് ഉണ്ട്. അത് സെപ്പറേറ്റ് ആണ്. പിന്നെ നമ്മുടെ ബോക്സിലേക്കും ഒരു വാലറ്റ് ചെയ്യാനുണ്ട്. ടോട്ടൽ 4 വാലറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു 3 വാലറ്റും എൻ്റെ ഒരു റീസെല്ലറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ മെയിനായിട്ട് വാലറ്റൊക്കെ റീസെല്ലറിനാണ് ചെയ്ത് കൊടുക്കുന്നുള്ളത്.
അപ്പോൾ കസ്റ്റമറിനും ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് റീസെല്ലറിന് തന്നെയാണ്. ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയില്ല ഇനിയിപ്പം ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരാം. ഓക്കെ. അപ്പോൾ ഞാൻ വാലറ്റ് റീസെല്ലറിന് ഹാൻഡ് പഞ്ചിലല്ല ചെയ്ത് കൊടുക്കുന്നുള്ളത്, മെഷീൻ പഞ്ചിൽ മീൻസ് മെഷീൻ എൻഗ്രേവിങ്ങിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അർജൻറ്റ് 1 or 2 ഡേയ്സിൽ കിട്ടേണ്ട ഓർഡർ മാത്രമാണ് ഞാൻ ഹാൻഡ് പഞ്ചിൽ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ഖത്തറിൽ അങ്ങനെ ഒക്കെ എത്തേണ്ട ഓർഡേഴ്സ് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത്. അവർക്ക് ചില ടൈമിൽ നെക്സ്റ്റ് ഡേ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ ഞാൻ അത്യാവശ്യം സ്റ്റോക്കൊക്കെ കരുതി വെക്കാറുണ്ട്. അതുപോലെ ഈ ഒരു വാലറ്റ് മേക്കിംഗ് കിറ്റും ഞാൻ കൊടുക്കുന്നുണ്ട്. 3300+ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി. പക്ഷേ 10 to 20 ഡേയ്സ് ഡെലിവറി ടൈം ഉണ്ട്. അപ്പം അതും കൂടി ഇതാക്കിയിട്ട് വേണം ഓർഡർ തരാൻ വേണ്ടിയിട്ട്. ഓർഡർ തന്നിട്ട് 10 to 20 ഡേയ്സിലാണ് കേട്ടോ ഡെലിവറി ചെയ്ത് തരുന്നുള്ളത്. അതും ഞാൻ 3mm പഞ്ചിങ് ലെറ്ററാണ് കേട്ടോ കൊടുക്കുന്നുള്ളത്. എന്താ വെച്ചാൽ 5mm 4mm ഒക്കെ നല്ല ബോറാണ്. ഞാൻ ഫസ്റ്റൊക്കെ 5mm ചെയ്യുന്നുണ്ടായത്. പക്ഷെ അത് നല്ല ബോറാണ്. കസ്റ്റമറിന് വലിയ കുഴപ്പമില്ലെങ്കിലും വലിയ ഒരു സാറ്റിസ്ഫൈഡ് ഒന്നും ആവാറില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് ഒരു കസ്റ്റമറും ഇതുവരെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. കസ്റ്റമർ ആണെങ്കിലും റീസെല്ലർ ആണെങ്കിലും എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പം ഈ ഒരു പഞ്ചിങ് ടൂൾ വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ടൂൾസ് കിട്ടുന്നുള്ളത്. അപ്പം ആദ്യം ചെയ്തെടുത്ത നെയിം കറക്റ്റ് ആയിട്ടില്ല. അത് ഞാൻ രണ്ടാമത് ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. ചെറുങ്ങനെ ഒരു ചെരിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം ചെയ്യേണ്ടി വരും. ചിലപ്പം ഒരു 5-6 മണിക്കൂർ എടുത്തിട്ട് ചെയ്ത ഫസ്റ്റൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ചെയ്ത് വരുമ്പോൾ പിന്നെ ഒന്നിനെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു വർക്കിന് ഇരുന്ന് കഴിഞ്ഞാൽ ടൈം പോകുന്നൊന്നും അറിയില്ല. പെട്ടെന്ന് തന്നെ അത് പോകും. അപ്പോൾ ഞാനിവിടെ നെയിമൊക്കെ ചെയ്തെടുത്തിട്ട് CD മാർക്കറിനോട് അത് ഒന്ന് മീൻസ് അത് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മീതെ ആ ഒരു പഞ്ചിങ്ങിൻ്റെ മീതെ ഒന്ന് റൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു റെഡ് CD മാർക്കറിനോട് ചെയ്തതാണ് കേട്ടോ. എൻ്റെ അടുത്തുള്ള ലോഗോസൊക്കെ ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനായിട്ടുണ്ട്. ഇനി പുതിയ സ്റ്റോക്കൊക്കെ ഇറക്കണത്ര. അപ്പോൾ അവർ പൊതുവേ എൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഞാനുള്ള ലോഗോസ് അയച്ചു കൊടുക്കും. അപ്പോൾ അതിൽ അവർ ഇതൊക്കെ വെച്ചാൽ മതി എന്നാണ് പറയുന്നുള്ളത്. ഒന്ന് ഇമ്പോർട്ടൻ്റിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എൻ്റെ സ്റ്റോക്കൊക്കെ തീരാനായി. അപ്പോൾ ഫോക്സ് ലെതറിൽ ഇനി ബ്രൗൺ വാലറ്റൊക്കെ തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന് പകരം ഒന്ന് ഇമ്പോർട്ടൻ്റിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഫോക്സിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാലറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വാലറ്റ് എനിക്ക് മോർണിംഗ് ആണ് പേയ്മെൻറ്റ് ചെയ്തിട്ട് കൺഫേം ആക്കിയത്. പക്ഷെ ഞാൻ റീസെല്ലേഴ്സിന് പറ്റുന്ന പോലെ സെയിം ഡേ തന്നെ ചെയ്തിട്ട് അയക്കലുണ്ട് കേട്ടോ. അവർക്കും അത് നല്ല അർജൻറ്റ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഹാൻഡ് പഞ്ചിലൊക്കെ ചെയ്ത് അയക്കുന്നത്. പിന്നെ എനിക്ക് ആ ഒരു ഹാമ്പറിലേക്ക് ഒരു 80 ഫോട്ടോ കൊളാഷ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വെക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഫോട്ടോസ് കുറച്ച് ചെറുതാണ് കേട്ടോ. കാണും, പക്ഷെ എന്നാലും ഒരു ചെറുതാണ്. അപ്പോൾ ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതായിരുന്നു ഈ ഒരു കുഞ്ഞു ഫ്രെയിമിലൊക്കെ അത് ബോറായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ കസ്റ്റമറിന് കുഴപ്പമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. അപ്പം ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യാനൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയും തോന്നുന്നു. അപ്പോൾ ഇതിൽ ഗ്ലാസ് ഞാൻ ഇതിൽ കാണിക്കാത്തതാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത്. ഞാൻ പൊതുവേ നല്ല രീതിയിൽ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് അത് കഴുകിയിട്ടെടുക്കും. എന്നിട്ട് ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആക്കിയതിന് ശേഷമാണ് കേട്ടോ അതിൽ ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൽ കാണിക്കാതപ്പോൾ നിങ്ങളും ഇതുപോലെ ഡയറക്റ്റ് കൊണ്ടുപോയി ഇട്ട് കൊടുക്കരുത്. അത് ക്ലീൻ ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതും ഞാൻ ഇതിലേക്ക് വെക്കുന്ന പ്രിൻ്റ് വെച്ചാൽ മാറ്റ് ഫിനിഷിങ് പ്രിൻ്റാണ്. ഇത് അങ്ങനെ കീറിക്കഴിഞ്ഞാൽ കീറിപ്പോവാത്ത ടൈപ്പ് ഉണ്ടല്ലോ, അതുപോലെ വെള്ളം കൊണ്ടു കഴിഞ്ഞാലും ഒന്നും മീൻസ് ഒന്നും പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രിൻ്റ്. കുറച്ച് റേറ്റ് കൂടുതലാണ്.
ഞാൻ എൻ്റെ മറ്റേ പ്രിൻറ്റിങ് മെഷീൻ തന്നെയാണ് കേട്ടോ എടുക്കുന്നുള്ളത്. അപ്പം ഞാനതിന് റെസിനിലേക്കാണെങ്കിലും ഫോട്ടോ ഫ്രെയിമിനാണെങ്കിലും അങ്ങനെ ക്വാളിറ്റി കൂടിയ പ്രിൻറ്റ് മാത്രമേ കേട്ടോ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഗ്ലോസി ടൈപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടേ ഉണ്ടാവില്ല. കാരണം അത് കുറച്ച് കാലം കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ്സിലേക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് ഒക്കെ മിക്സ് ആവും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ഇത് ക്വാളിറ്റി കൂടിയതാണ്. പിന്നെ ആ ഒരു മഗ് ചെറുങ്ങനെ ഒന്ന് താണു നിൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഈ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് വെക്കുന്നുള്ളത് കേട്ടോ. എനിക്ക് ബിഗിനേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം എല്ലാ ഐറ്റംസും ഒരേ മീൻസ് ഇപ്പം ചില ബിഗിനേഴ്സിൻ്റെ ബോക്സിലൊക്കെ കാണാൻ പറ്റും. ഇപ്പം മഗ് താഴ്ന്നിട്ടുണ്ടാവും, ഷർട്ട് കുറച്ച് മുകളിലേക്കായിട്ടുണ്ടാവും, ഫ്ലവർ താഴ്ന്നിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും അത് ഈക്വലായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം അത് കാണുന്ന കസ്റ്റമേഴ്സിനും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് തരുന്ന ഒരു റിസൾട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ബോക്സ് സെറ്റ് ചെയ്യുമ്പം. ഞാൻ എന്ന് വെച്ചിട്ട് ഞാനിപ്പം ഭയങ്കര അങ്ങനെയല്ല പറയുന്നുള്ളത്. എനിക്ക് അറിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരിക ചെയ്യുന്നുള്ളത്. കാരണം നമ്മൾക്ക് അങ്ങനെ ചില കാര്യങ്ങൾ, അത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് തരുന്ന റിസൾട്ട് നല്ല റിസൾട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നുള്ളത്. അപ്പം ഞാൻ മെറ്റീരിയൽസ് ഈ ആക്രിലിക് കട്ടിങ് ഒക്കെ കൊടുക്കാറുണ്ടെന്ന് ഓൾമോസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഫോളോവേഴ്സിന് അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ സ്റ്റോറിൽ റിപ്ലൈ ഇട്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ മെയിൻ അക്കൗണ്ടിൽ വന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് അയക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കുട്ടിയുടെ ഷിപ്പിംഗ് എമൗണ്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനത് ഇന്ന് അയച്ചിട്ടില്ല. ഒരുപാട് കാലമായി ഓർഡർ തന്നിട്ട്, പക്ഷേ ഷിപ്പിംഗ് എമൗണ്ട് ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അയക്കാത്തത്. അപ്പം ഇനിയിപ്പം ഫോട്ടോസ് എടുക്കലാണ്. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയിട്ട് അങ്ങനെ ടൈം കളയാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ വേറെ വീട്ടിലായതുകൊണ്ട് അവിടെ എനിക്ക് ഒരുപാട് സ്പേസ് ഉണ്ടായതുകൊണ്ട് തന്നെ എപ്പോഴും പോയിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് A to Z സെറ്റാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അപ്പോൾ ഇനിയിപ്പം വാലറ്റിന് ബോക്സൊക്കെ എടുത്തിട്ട് അത് പാക്ക് ചെയ്യാണ് അടുത്ത പരിപാടി. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പം പാക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ വാലറ്റ് ഇതുപോലെയുള്ള വാലറ്റിൻ്റെ ബോക്സ് ഉണ്ട്, അതിലാണ് കേട്ടോ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഒരു 3 വാലറ്റും സെയിം റീസെല്ലറിന് വേണ്ടിയിട്ടാണ്. ഞാൻ സൗണ്ട് ഡിസ്റ്റർബൻസ് ഇല്ലാതെ വോയിസ് ഓവർ കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് നെയ്ബേഴ്സിൻ്റെ അടുത്ത് സൗണ്ട് ആക്കരുത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മോളെ ആണെങ്കിലും മോനെ ആണെങ്കിലും മാക്സിമം പറഞ്ഞിരുത്തിയിട്ടുണ്ട്. എന്നാലും അവിടെയും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അപ്പം അത് എല്ലാവരും ഒന്ന് ഇതാക്കണം. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. കാരണം എൻ്റെ എല്ലാ വീഡിയോസിലും എനിക്കറിയാം, ഞാൻ സൗണ്ട് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഒരുപാട് ശ്രദ്ധിച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സെറ്റാക്കിയിട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ടൈമിൽ എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന് വെച്ചാൽ അങ്ങനെ പറ്റില്ല. കാരണം ഒറ്റ ഒരാളാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇത് കണ്ടിട്ട് വിചാരിക്കേണ്ട ക്ഷീണമില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എന്ത് വന്നു കഴിഞ്ഞാലും എന്ത് പറയല്ലേ, നമുക്ക് നമ്മളെ ഡ്രീംസൊക്കെ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. അല്ലാതെ എല്ലാവരെ പോലെ മടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ ഈ ഒരു ബിസിനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിസൾട്ടൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത് കുഴപ്പമില്ലാന്ന് തോന്നും. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പുതിയ 14 Pro Max ഞാൻ എടുത്തിട്ടുണ്ട്, പ്രിൻ്റർ എടുത്തിട്ടുണ്ട്, അതിന് ശേഷം വേറെ ഫോൺ എടുത്തിട്ടുണ്ട്, ഹസ്ബൻഡിന് ഫോൺ എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മാഷാഅല്ലാഹ് ഇപ്പം കാർ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഫുൾ എൻ്റെ എമൗണ്ട് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഇതിലൊക്കെ എൻ്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണ്. ഇതിലൊക്കെ വെച്ചാൽ ബാക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി എടുക്കുന്നതിലാണെങ്കിലും ഒക്കെ നമ്മളെ കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ ഉറക്കമൊഴിച്ചിട്ടുള്ള രാത്രികളും പിന്നെ എന്താ പറയുക, റെസ്റ്റ് ഇല്ലാതെ ഡേയ്സൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് ആ ഒരു റിസൾട്ടൊക്കെ കിട്ടുന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു കഷ്ടപ്പാടൊന്നും ആരും കാണുന്നില്ല. പക്ഷെ എല്ലാവരും നമ്മളെ റിസൾട്ട് മാത്രമേ കാണൂ. അതുകൊണ്ട് നിങ്ങൾക്കും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അങ്ങനത്തെയൊക്കെ റിസൾട്ടൊക്കെ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ഒന്നും ചെയ്യാതെ ബാക്കിയുള്ളവരെ വളർച്ചയിൽ അസൂയപ്പെട്ടിട്ടും കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ ഇതിൽ ഞാൻ ആ ഒരു ഫ്രെയിമൊക്കെ തിരിച്ചു വെക്കുന്നത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എനിക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റ് അയക്കാനുള്ള ഓർഡറാണ് കേട്ടോ. ഔട്ട് ഓഫ് സ്റ്റേറ്റ് അയക്കാനുള്ള ഓർഡർ ഞാൻ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് മാത്രമേ അയക്കാറുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ ഡാമേജ് ആയിട്ടായിരിക്കും കസ്റ്റമറിന് കിട്ടുക.
അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമുക്ക് ഫസ്റ്റൊക്കെ ചെയ്യുമ്പം ആ ഒരു മിസ്റ്റേക്കൊക്കെ സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ പിന്നീട് നമ്മൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും ചെയ്തു വരുമ്പം ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത്. അപ്പം കറക്റ്റ് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് മാത്രം വേണം നിങ്ങൾ ബോക്സൊക്കെ നിങ്ങൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട്. കസ്റ്റമർ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കസ്റ്റമറിനെ കിട്ടുക. എൻ്റേത് ഓൾമോസ്റ്റ് റെഗുലർ കസ്റ്റമറാണ് കേട്ടോ. എൻ്റെ അടുത്ത് നിന്ന് ഒരിക്കൽ ഓർഡർ ചെയ്തിട്ട് 90% ആൾക്കാരും പിന്നെ തിരിച്ചു വന്നിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെയെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് 100%ഉം നമ്മളെ പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മളെ സർവീസ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം 99%ഉം എനിക്ക് നല്ല കസ്റ്റമറും നല്ല ഫീഡ്ബാക്കും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 1% ഓഫ് കോഴ്സ് മോശം ഫീഡ്ബാക്കും മോശം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊരു ബിസിനസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ പറ്റൂ. ഏതൊരു ബിസിനസ് ആണെന്നെങ്കിൽ അങ്ങനെയല്ല, ഏതൊരു ഫീൽഡിലാണെങ്കിലും 100% എനിക്ക് അറിയില്ല അത് പോസിബിൾ ആണോ എന്ന്. എന്തായാലും എൻ്റെ കാര്യത്തിൽ 99%ഉം നല്ല കസ്റ്റമേഴ്സും പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് തരുന്ന ആൾക്കാരുണ്ട്. പിന്നെ അപൂർവം ആൾക്കാർ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു എമൗണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ പോലും അത് തരാതിരിക്കുന്നവരുണ്ട്. അത് പിന്നെ നമ്മളെ മിസ്റ്റേക്കാണ്. കാരണം പറയുമ്പോൾ തന്നെ ഒക്കെ ആലോചിച്ചിട്ട് പറയണം. നമ്മളെ ഷിപ്പിംഗ് എമൗണ്ടും നമ്മളത് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ കസ്റ്റമറിൻ്റെ അടുത്ത്. കാരണം അവരുടെ അടുത്ത് രണ്ടാമത് പോയിട്ട് നമുക്കിങ്ങനെ എക്സ്ട്രാ പേയ്മെൻറ്റ് ആയെന്ന് പറഞ്ഞാൽ പോലും അത് അവർക്ക് ചില ആൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. നമ്മൾ പേയ്മെൻറ്റ് ചോദിക്കണ്ട, അങ്ങനെ ആയെന്ന് പറഞ്ഞാലും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എൻ്റെ ഇപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി എനിക്കൊരു പ്ലേറ്റിലേക്ക് ഫുഡും കൂടി എടുത്ത് വെച്ചിട്ട് ആ ഒരു പ്ലേറ്റും കൂടി കഴുകിയിട്ട് വെക്കും. കാരണം എനിക്ക് പിന്നെ കിച്ചണിൽ കയറുന്നതേ ഇഷ്ടമല്ല. പിന്നെയും അതിന് കുറേ ടൈം പോകുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയും കൂടി എടുക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടി ടൈം ഇതായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ DTDCയിലേക്ക് പോവുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പം ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ DTDCയിലേക്ക് പോകുന്നുണ്ട്. കാരണം മക്കൾ വരുമ്പോഴത്തേക്ക് തിരിച്ചെത്തണം. ഞാൻ സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നുള്ളത്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഒരു പ്രോഡക്റ്റ് റിട്ടേൺ വന്നിട്ടുണ്ട്. ആ ഒരു കുട്ടി ഒരു 2 മാസത്തിൻ്റെ അടുത്തായി. അപ്പം ആൾ വിളിച്ചിട്ടാകുമ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം DTDCന്ന് അവരധികം വെക്കൂലല്ലോ, അങ്ങനെ റിട്ടേൺ അയച്ചതാണ്. അപ്പോൾ അത് റീഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് റീഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ ബാക്കിയുള്ള 2 പ്രോഡക്റ്റും കൂടി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് മെറ്റീരിയൽസിൻ്റെ ഓർഡറിൻ്റെത് കട്ട് ചെയ്ത് വെച്ചിട്ട് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു 3:45 സമയമായിട്ടുണ്ട്. ഇന്ന് ഒരു നിക്കാഹ് തമ്പോട് മെറ്റീരിയലിൻ്റെതും അതുപോലെ ഹാപ്പി ബർത്ത്ഡേ കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ 3:45 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നൈറ്റ് തന്നെ ചില ടൈമിൽ, എല്ലാ ടൈമിലൊന്നല്ല, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് തീരെ സുഖമില്ല. അപ്പോൾ നല്ല ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നൈറ്റ് ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ജ്യൂസ് അടിക്കുക മാത്രമല്ലേ വേണ്ടൂ. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ടും ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടാവും കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളത്. അപ്പം പറ്റുന്നത്ര എഡിറ്റ് ചെയ്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കും. ബാക്കി കസ്റ്റമർ ചോദിച്ചുകൊണ്ടുണ്ടാവും. നമുക്കെല്ലാം ഒരുമിച്ച് പറ്റില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ തന്നത് അനുസരിച്ചിട്ട് അവർക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ എഡിറ്റ് ആക്കിയിട്ട് ഇനി അയച്ചു കൊടുക്കും. ഇനി കുറച്ച് ടൈം അതാണ് പണി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3:45 ആയിട്ടുള്ളത്. പിന്നെ ഒരു 4:30 ആകുമ്പോൾ പിന്നെ നമ്മൾക്ക് ചായയും അതുപോലെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെയും രാത്രിയിലത്തെ ഫുഡായി. പിന്നെ കുറച്ച് ടൈം വർക്ക് ചെയ്യാനിരിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.